തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് സമ്മേളനവേദി നിർമ്മിച്ച CPIM നടപടിയിൽ വിമർശനവുമായി കോടതി. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവിൽ ലംഘനമെന്നാണ് വിമർശനം. വഞ്ചിയൂർ CI നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം ആരാഞ്ഞു. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഇത് കോടതി സ്വമേധയാ കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഏറ്റവും ഒടുവിൽ ഇതിന്റെ അപ്ഡേഷൻ എന്ന് വരുന്നത് ഹാഷ്മി, സംസ്ഥാന പോലീസ് മേധാവിയോടും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി ഈ വിഷയത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. വഞ്ചിയൂർ CI രേഖകളുമായി നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി മറ്റന്നാൾ 2 മണിക്ക് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അതിരൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് പറയേണ്ടത്. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുണ്ടായിട്ടും ഇവർക്ക് ഈ കറണ്ട് അടക്കം, വൈദ്യുതി അടക്കം കിട്ടി. ഇവരെങ്ങനെ ഇത് നടത്തുന്നു എന്ന് ഹർജിക്കാരൻ കോടതിയിൽ സംശയം ഉന്നയിച്ചു. എന്തായിരുന്നു പരിപാടിയെന്നും ആരൊക്കെ പങ്കെടുത്തെന്നും ഹൈക്കോടതി ചോദിച്ചു. കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിലാണ് പരിപാടി എന്ന് കോടതി പറയുകയുണ്ട്. അതായത് വഞ്ചൂർ കോടതിയുടെയും വഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെയും മുന്നിലാണ് ഇത് നടന്നതെന്ന് ഓർക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തോ എന്ന് പോലീസിനോട് കോടതി ചോദിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കും എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നു. യാത്രാവകാശത്തെ തടസ്സപ്പെടുത്തിയുള്ള പരിപാടിയാണിത് എന്ന് കോടതി മുന്നറിയിപ്പ് നൽകുന്നു. എറണാകുളം പനമ്പള്ളി നഗറിലും അതോടൊപ്പം കൊച്ചിയിൽ ഈ കോർപ്പറേഷന്റെ മുന്നിലും കസേരകളിട്ട് ഫുട്പാത്ത് തടസ്സപ്പെടുത്തിയുള്ള പരിപാടിക്കെതിരെയും ഇപ്പോൾ കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം വരുന്നുണ്ട്. മുൻകാലങ്ങളിലുള്ള 2023 കോടതി വിധിക്കെതിരാണ് ഇപ്പോഴത്തെ ഈ നടപടി. കൃത്യമായ കോടതിയലക്ഷ്യ നടപടി ഉണ്ടാകും, സ്വമേധയാ കേസെടുക്കേണ്ടി വരും എന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് നന്നാവുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും വഞ്ചിയൂർ CI കോടതി കയറേണ്ടി വരും.